നമുക്കിന്ന് ചേമ്പ് പുഴുക്കുണ്ടാക്കാം. ചേമ്പ് ഉപ്പേരിന്നോ പുഴുക്കെന്നൊക്കെ പറയാം. അതിന് വേണ്ടിയിട്ട് ചേമ്പ് നുറുക്കുകയാണ് കേട്ടോ. ഇത് ചേമ്പിൻ്റെ വിത്തും തള്ളയും ഒരുമിച്ചുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെ തള്ള ചിലപ്പോൾ വിത്തിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് കുഴഞ്ഞു പോയില്ലേ. അപ്പോൾ അതിനൊരു കുഴച്ചൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിത്തും ചേർക്കും. അങ്ങനെ ഇത് വേവിച്ച് ഉപ്പേരി ഉണ്ടാക്കാം. അത് നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ നുറുക്കുക, കൊള്ളി നുറുക്കണ പോലെ. നമ്മൾ കൊള്ളി നുറുക്കില്ലേ അതേപോലെ നുറുക്കാം. ചെറിയ ഇങ്ങനെ ഉണ്ണിപ്പിൻ്റെ അരിയണമാതിരി അരിയും ചെയ്യാൻ വേണം. ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെ അരിഞ്ഞിട്ട് പയറിട്ടിട്ട് ഉപ്പേരി വയ്ക്കാനും പറ്റും. ഇത് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യണത്. ഇങ്ങനെ കൊത്തി എടുക്കാം. ചേമ്പിനൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴുകിയിട്ട് നമുക്ക് അഴുക്കൊന്നുമില്ല. നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയതാ. എന്നാലും ഒരു വട്ടം ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇടാം. ചേമ്പിനൊക്കെ നമുക്ക് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടിക്കിട്ട് ഒരു 2-3 വിസിലടിച്ചോട്ടെ. എന്തായാലും ചേമ്പ് വെന്തോ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് പൊടിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്കത് ഉപ്പേരി ഉണ്ടാക്കാം, പുഴുക്കുണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളി വേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വെക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്തോട്ടെ. തീ ഒന്ന് സിമ്മിൽ വയ്ക്കാം. മുളകൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേമ്പ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കുഴഞ്ഞ് വരും. ഒരു 2 മിനിറ്റോടെ ഇരുന്നാൽ മതി. ഒന്ന് തിളച്ച് ആയിക്കോട്ടെ. അപ്പോൾ അതൊന്നുകൂടി കുഴഞ്ഞ് അതിനോട് യോജിച്ച് വരും. വേണ്ട, നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിലർക്ക് വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെളുത്തുള്ളി ചേർക്കാം. ആ ഉള്ളിയും വേപ്പിലയും മൂപ്പിക്കണേണം. അപ്പം വെളുത്തുള്ളിയും കൂടി മൂപ്പിക്കാം. ഗ്യാസിനൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ ഉപ്പേരികളിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കാറില്ല. വളരെ അപൂർവമായിട്ട് ചേർക്കാറുള്ളൂ വെളുത്തുള്ളി. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഉപ്പേരി വയ്ക്കാത്ത ആൾക്കാർ ഇതുപോലെ വെച്ച് നോക്കി നോക്കുക. ഇത് കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട്. മീൻ കറി കൂട്ടിയിട്ട് കഴിക്കാം, അങ്ങനെയും കഴിക്കാം.